ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഇന്നൊരു ട്രാവൽ വീഡിയോ ആയിട്ടാണ് എത്തിയിരിക്കുന്നത്. അബുദാബിയിൽ നിന്ന് റാസൽ ഖൈമയിലേക്കൊരു യാത്ര. അവിടെ ഞങ്ങൾ ഒരു ബീച്ച് ക്യാമ്പ് സ്റ്റേക്കാണ് പോകുന്നത്. അപ്പോൾ ഇതിനായിട്ടുള്ള കൂപ്പൺ ഞങ്ങൾ വാങ്ങിച്ചത് ഗ്രൂപ്പോണിൽ നിന്നാണ്. അപ്പോൾ ഏകദേശം ഒരു 679 ദിർഹമാണ് ഈ കൂപ്പൺ ആയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ കൂപ്പൺ വെച്ച് 2 അഡൽട്ട്സിനും അതുപോലെ തന്നെ 2 കുട്ടികൾക്കും, അപ്പോൾ കുട്ടികൾ എന്ന് പറയുമ്പോൾ 5 വയസ്സിന് താഴെയുള്ള 2 കുട്ടികൾക്ക്, അത് 5 വയസ്സും 5 വയസ്സിന് താഴെയുള്ള 2 കുട്ടികൾക്കാണ് ഈ കൂപ്പൺ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്. അപ്പോൾ നമ്മളിത് എടുത്തിരിക്കുന്നത് ബിൻ മജീദ് ബീച്ച് ഹോട്ടലിലെ അതിൻ്റെ ഒരു ബീച്ച് ക്യാമ്പിങ്ങാണ് നമ്മൾ ഇതിനു വേണ്ടി സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അബുദാബിയിൽ നിന്ന് ഇപ്പോൾ ആ ഹോട്ടലിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ആ ക്യാമ്പിൻ്റെ സെഷനിലേക്ക് ഒന്ന് പോയി നോക്കാം. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ക്യാമ്പിനകത്തേക്കുള്ള എൻട്രി. അതായത് നമ്മുടെ ആ ബീച്ചിൻ്റെ സൈഡിലാണ് നമ്മുടെ ഈ ക്യാമ്പുള്ളത്. അപ്പോൾ അതിനകത്തേക്കുള്ള എൻട്രിയാണ് നമ്മൾ ഈ കാണുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ പോയിട്ട് ചെക്ക് ഇൻ ചെയ്യണം. അപ്പോൾ നമുക്ക് ചെക്കിങ്ങിൻ്റെ സമയം തന്നിരിക്കുന്നത് 2 മണിയാണ്. അപ്പോൾ നമ്മളിത് എടുത്തിരിക്കുന്നത് ഒരു നൈറ്റ് സ്റ്റേ ചെയ്യാനുള്ളതാണ് നമ്മൾ ഇതിനകത്ത് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിപ്പോൾ പോയി ചെക്ക് ഇൻ ചെയ്യാം. അപ്പോൾ ചെക്കിങ്ങിനുള്ള കൗണ്ടറാണ് അവിടെ കാണുന്നത്. അപ്പോൾ നമുക്കിത് പോയി ചെക്ക് ഇൻ ചെയ്തിട്ട് വരാം. അപ്പോൾ ഇപ്പം നമ്മൾ ചെക്ക് ഇൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ചെക്ക് ഇൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതുപോലത്തെ ഒരു ബാഡ്ജ് നമ്മുടെ കയ്യിൽ ഇതുപോലെ കെട്ടിത്തരും. അപ്പോൾ നമ്മളിത് ചെക്കൗട്ട് ചെയ്യുമ്പോഴാണ് ഇത് അവർ റിമൂവ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ബാഡ്ജൊക്കെ കെട്ടിയിട്ട് നമ്മുടെ ടെൻറ്റിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടോ, മനോഹരമായിട്ട് അവർ പല ടെൻറ്റുകളും 2 സൈഡിലും കണ്ടില്ലേ നന്നായിട്ട് നിർമ്മിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഓരോന്നും ഓരോ പ്രൈസാണ് ഓരോ ടെൻറ്റിന്. ഇതൊക്കെ വലിയ സൂപ്പർ ഡീലക്സ് ടെൻറ്റുകളാണ് ഈ കാണുന്നതൊക്കെ. നമ്മൾ എടുത്തിരിക്കുന്നത് സാധാരണ ഒരു ടെൻറ്റാണ്, ഡീലക്സ് ടെൻറ്റാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനാണ് ഈ 679 ദിർഹം എന്ന് പറയുന്നത്. അപ്പോൾ ഈ വലിയ ടെൻറ്റിന് അതിനൊക്കെ കൂടുതലായിട്ടുള്ള വിലയാണുള്ളത്. അപ്പോൾ ചെറിയൊരു ഫാമിലിക്ക് നമുക്ക് സാധാരണ ഡീലക്സിൻ്റെ ടെൻറ്റ് തന്നെ ആവശ്യമുള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ താഴോട്ട് പോകുമ്പോൾ തന്നെ 2 സൈഡിലും വളരെയധികം ഭംഗിയായിട്ട് തന്നെ അവരെല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മൾ എടുത്തിരിക്കുന്ന ടെൻറ്റ്. അപ്പോൾ അത് 2 സൈഡിലും ഇതുപോലെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കണ്ടല്ലേ, താഴ്ഭാഗത്തും അതുപോലത്തെ ടെൻറ്റുകളുണ്ട്. അതിന് ശേഷമാണ് നമ്മുടെ ബീച്ചിൻ്റെ ആ സൈഡ് വരുന്നത്. കണ്ടല്ലേ, ഇനി നമുക്ക് നമ്മുടെ ടെൻറ്റിനകത്തേക്ക് പോയി നോക്കാം. ഞങ്ങൾ എടുത്തിരിക്കുന്നത് 422 എന്നുള്ള നമ്പറുള്ള ടെൻറ്റാണ് എടുത്തിരിക്കുന്നത്. ഇതിനകത്ത് എല്ലാം വളരെ മനോഹരമായിട്ട് തന്നെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഒരു കിങ് സൈസ് ബെഡും അതുപോലെ തന്നെ കുട്ടികൾക്ക് കിടക്കാനുള്ള ഒരു ബെഡും സെപ്പറേറ്റ് തന്നെ അവർ ഇതിനകത്ത് നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ഹോട്ടലിൽ ചെല്ലുമ്പോൾ നമുക്ക് എന്തൊക്കെ കിട്ടുന്നോ അതെല്ലാം തന്നെ ഇതിനകത്തുണ്ട്. എല്ലാ സൗകര്യങ്ങളും അവർ ഇതിനകത്ത് തന്നെ നമുക്ക് അറേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ട്. നല്ലൊരു റെസ്റ്റോറൻറ്റും അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ നമുക്ക് പൈസ കൊടുത്ത് തന്നെ വാങ്ങാൻ പറ്റും. പക്ഷേ മിതമായ വിലത്തിന് നമുക്ക് അവിടെ എല്ലാം അവൈലബിൾ ആണ്. എടുത്ത് പറയത്തക്കായിട്ടുള്ളത് റിഫ്രഷിങ് ഡ്രിങ്ക്സ്, അത് എപ്പോഴും തന്നെ നമുക്കത് ഫ്രീ ആയിട്ട് തന്നെ എടുത്ത് ഉപയോഗിക്കാൻ പറ്റും. അവർ തീരുന്നതനുസരിച്ച് അവരത് നിറച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുട്ടികൾക്ക് കിട്ടാൻ വേണ്ടി, അതായത് കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടി പോപ്സിക്കിളൊക്കെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതെല്ലാം തന്നെ ഫ്രീ ആണ്. അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത്
വെള്ളമാണ്. അപ്പം നമ്മുടെ യു എയിൽ ഇപ്പോൾ ചൂടൊക്കെ തുടങ്ങിയിരിക്കുവാണല്ലോ, അപ്പോൾ നമ്മൾ ഇഷ്ടം പോലെ വെള്ളം കുടിക്കേണ്ട ടൈമാണല്ലോ. അപ്പോൾ ഇവർ നല്ലതുപോലെ വെള്ളം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് ബോട്ടിലുമായിട്ട് നല്ല തണുത്ത വെള്ളം വേണമെങ്കിൽ അങ്ങനെ, അല്ലാത്ത നോർമൽ വാട്ടർ ആണെങ്കിൽ അതും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ബീച്ചിൻ്റെ സൈഡിലേക്ക് പോകാം. അവിടെ ഒരുപാട് കുട്ടികൾക്കുള്ള ആക്ടിവിറ്റീസുകളും അതുപോലെ തന്നെ മുതിർന്നവർക്കുള്ള ആക്ടിവിറ്റീസുകളും ഉണ്ട്. ഇപ്പോൾ ആദ്യം നോക്കിയാൽ കയാക്കിങ്ങിന് വേണ്ടി റെഡി ആവുകയാണ്. നമുക്ക് ആദ്യയുടെ കയാക്കിങ് ഒന്ന് പോയി കണ്ടിട്ട് വരാം. അപ്പോൾ ഇവിടെ ഈ വാട്ടർ ആക്ടിവിറ്റീസ് എല്ലാം 5:30 ആകുമ്പോൾ തന്നെ സ്റ്റോപ്പ് ചെയ്യും. അപ്പോൾ അതിനുശേഷം പിന്നുള്ളത് ഔട്ട്ഡോർ ആക്ടിവിറ്റീസാണ്. അപ്പോൾ കുട്ടികൾക്ക് വേണ്ടി ബാസ്ക്കറ്റ് ബോള്, ടെന്നീസ്, അതുപോലെ ബീച്ച് ബോള്, അങ്ങനെയുള്ള എല്ലാ ആക്ടിവിറ്റീസും ഉണ്ട്. ചെസ്സ് കളിക്കണമെങ്കിൽ ചെസ്സ്, അതുപോലെ കുട്ടികൾക്ക് ഡ്രോയിങ് ചെയ്യണമെങ്കിൽ ഡ്രോയിങ്, അങ്ങനെയുള്ള മറ്റുള്ള ആക്ടിവിറ്റീസാണ് അതിന് ശേഷമുള്ളത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് ഇവിടെ. അവർക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാം, കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും. ശരിക്കും നമ്മൾ ജോലിയൊക്കെ കഴിഞ്ഞ് കുറച്ച് ഒരു റെസ്റ്റ് എടുക്കുന്നത് നല്ലതാണ്. അപ്പം വർഷത്തിൽ ഒരിക്കലെങ്കിലും ഇതുപോലെ ഒരു ബീച്ച് ക്യാമ്പിനൊക്കെ പോകുന്നത് നല്ലതായിരിക്കും. ശരിക്കും നല്ലൊരു റിലാക്സേഷൻ നമുക്ക് അവിടെ കിട്ടും. അതുപോലെ നല്ലൊരു അറ്റ്മോസ്ഫിയറുമാണ്. ബീച്ചിൻ്റെ സൈഡിൽ ആ കടൽക്കാറ്റൊക്കെ ഏറ്റ് നമുക്കിങ്ങനെ കിടക്കാൻ തന്നെ വളരെ സുഖമാണ്. അപ്പോൾ ഇവിടെ ഇപ്പം 7 തൊട്ടാണ് നമ്മുടെ ബുഫേ പാർട്ടി സ്റ്റാർട്ട് ആവുന്നത്. അപ്പോൾ 7 തൊട്ട് 9 വരെയാണ് ഇവിടുത്തെ ഡിന്നർ ടൈം. അപ്പോൾ അവർ ഡിന്നറിന് വേണ്ടി എല്ലാം അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെയാണ് കുട്ടികളുടെ ഡ്രോയിങ് ഏരിയ. അപ്പോൾ ഇവിടെ കുട്ടികളൊക്കെ പടം വരച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ ആദ്യം വരച്ച പടമാണ്, എൽസയുടെ പടം. നമുക്ക് എൽസ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മുടെ ബുഫേ സ്റ്റാർട്ടായിട്ടുണ്ട്. നമുക്ക് പോയിട്ട് ഡിന്നർ പോയി കഴിച്ചിട്ട് വരാം. വളരെ നന്നായിട്ട് തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ട്രഡീഷണൽ ഫുഡും അതുപോലെ തന്നെ ഗ്രിൽഡ് ഐറ്റംസും എല്ലാം നല്ല സെപ്പറേറ്റ് ആയിട്ട് തന്നെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതുപോലെ കിഡ്സ് ബൈറ്റ്, അപ്പോൾ കുട്ടികൾക്കായിട്ടുള്ള സെപ്പറേറ്റ് ഫുഡ്, അതുപോലെ തന്നെ ഫ്രൂട്ട്സ് ഐറ്റംസ്. നമ്മൾ ലൈവായിട്ട് തന്നെ ഫിഷൊക്കെ ഗ്രില്ല് ചെയ്ത് തരും. നമ്മൾ ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ അവർ ഫിഷൊക്കെ ഗ്രില്ല് ചെയ്ത് വളരെ നല്ലതായിട്ട് തന്നെയാണ് അവർ ഈ ബുഫേ പാർട്ടി അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഫുഡിനൊക്കെ നല്ല ടേസ്റ്റും ആയിരുന്നു.
mustache. Really? Yeah, see? Where? Leaf mustache. Yeah. Cheese on it. ഇപ്പോൾ ഡിന്നറെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അടുത്തായിട്ടുള്ളത് ക്യാമ്പ് ഫയർ വെച്ചുള്ള ഒരു ആക്ടിവിറ്റീസാണ്. അപ്പോൾ എല്ലായിടത്തും ക്യാമ്പ് ഫയർ ഉണ്ട്. അപ്പോൾ കുട്ടികൾക്ക് അതിനനുസരിച്ച് പാട്ടിട്ട് കൊടുത്തിട്ട് അവർ ഡാൻസ് കളിക്കും. പിന്നെ അതിനുശേഷം അവിടെ മൂവി നൈറ്റ് ഉണ്ട്. ഇവിടുത്തെ മൂവി തിയേറ്ററിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പൺ ആണ്. അതായത് കടലിലേക്ക് ഇവരെ എടുത്ത് അങ്ങനെയാണ് ഇത് പണിതിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ആംബിയൻസ് ആണ് അവിടെ നമുക്ക് സിനിമ കാണാൻ വേണ്ടി. അപ്പോൾ മൂവി ടൈമിൽ ഫസ്റ്റ് കുട്ടികൾക്കുള്ള മൂവിയും അതിനുശേഷം അഡൾട്ട്സിനുള്ള മൂവിയാണ് ഇടുന്നത്. ഇപ്പോൾ കുട്ടികൾക്കുള്ള മൂവിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ മൂവിയുടെ ഫുൾ ടൈം തന്നെ അവർ പോപ്കോൺസും കൂടെ കൊടുക്കുന്നുണ്ട്. അവിടെ ഒരു കൗണ്ടർ വെച്ചിട്ട് പോപ്കോണിൻ്റെ ഒരു എന്താ പറയുക ഒരു മെഷീൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള പോപ്കോൺ എടുത്ത് നമുക്ക് അവിടെ പോയിരുന്ന് മൂവി കാണാം. അപ്പോൾ മൂവി തിയേറ്ററിൻ്റെ ചെയറൊക്കെ നല്ല നല്ല ഭംഗിയായിട്ട് തന്നെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പം മുകളിലേക്ക് നോക്കുമ്പോൾ നല്ല നക്ഷത്രങ്ങളും അതുപോലെ താഴേക്ക് നോക്കുമ്പോൾ കടലിൻ്റെ ആ വെള്ളം അടിക്കുന്ന അലകളും പിന്നെ ആ സിനിമയുടെ നല്ല എഫക്റ്റും എല്ലാം കൂടെ ഒരു നല്ലൊരു ആംബിയൻസാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് നല്ല ഹൈറ്റൈഡായിരുന്നു. വെള്ളമൊക്കെ നല്ലതായിട്ട് കരയിലേക്ക് കയറി വന്നായിരുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ വെള്ളത്തിനകത്ത് ഫ്ലോട്ട് ചെയ്തിരുന്ന് ഒരു മൂവി കാണുന്ന ഒരു പ്രതീതിയായിരുന്നു. അപ്പോൾ ലൈറ്റൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടുത്തെ ഒരു കാഴ്ചയ്ക്ക് തന്നെ ഒരു ഭയങ്കര കുളിർമയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു എന്താ പറയുക ഭയങ്കരമായിട്ട് നമുക്ക് ഇഷ്ടപ്പെടും. നമ്മൾ ഒരു സെപ്പറേറ്റ് ഒരു എന്താ പറയുക നല്ലൊരു ചേഞ്ചാണ് നമ്മുടെ മൂഡിൽ നിന്ന് തന്നെ അവിടെ പോയി ചെന്ന് ഇരുന്ന് കഴിഞ്ഞാൽ. അപ്പോൾ ഇവിടെ ഒരു 12:30 വരെയാണ് ഇവിടുത്തെ ടൈം. 12:30 ആകുമ്പം ലൈറ്റെല്ലാം ഓഫാകും. എല്ലാവരും ഉറങ്ങുന്ന ടൈമാണ് 12:30. പിന്നെ അടുത്ത ദിവസം രാവിലെ 6:30 തൊട്ടാണ് അടുത്ത ആക്ടിവിറ്റീസൊക്കെ സ്റ്റാർട്ട് ആവുന്നത്. അപ്പോൾ ഇപ്പോൾ അവിടെ കിഡ്സിൻ്റെ മൂവി കഴിഞ്ഞതിന് ശേഷം അഡൾട്ടിൻ്റെ മൂവി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മൂവി കഴിഞ്ഞിട്ട് എല്ലാവരും പോയി കിടന്നുറങ്ങും. അതുപോലെ തന്നെ ബാത്റൂമിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ലല്ലോ, ടോയ്ലറ്റും വാഷ് ഏരിയയും സെപ്പറേറ്റ് തന്നെയാണ് ഇവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അവിടെ കാണുന്നതാണ് വാഷ്റൂം. അതുപോലത്തെ 2-3 ഇടത്തായിട്ട് ഇവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് വളരെ നീറ്റാണ്. ഓരോ തവണ നമ്മൾ യൂസ് ചെയ്ത് കഴിയുമ്പോഴും ക്ലീനേഴ്സ് അവിടെ വന്ന് ക്ലീൻ ചെയ്ത് തരും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഒരു 5 സ്റ്റാർ സെറ്റപ്പിൽ തന്നെയാണ് ഈ ബീച്ച് ക്യാമ്പ് അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനി ഉറങ്ങിയിട്ട് പിറ്റേ ദിവസം രാവിലെ നമുക്ക് കാണാം. ഇപ്പോൾ പിറ്റേ ദിവസം രാവിലെയായി. മോർണിംഗ് 5:45 സമയത്ത് ഞാൻ എടുത്ത വീഡിയോ ആണിത്. അപ്പോൾ ആ കാണുന്നതാണ് നമ്മുടെ മൂവി തിയേറ്റർ. ഇപ്പോഴത്തായിരുന്നു ക്യാമ്പ് ഫയർ ഉണ്ടായിരുന്നത്. കണ്ടില്ല, ഇപ്പം ശരിക്കും ലോ ടൈഡായി വെള്ളം നല്ലതുപോലെ പുറത്തേക്ക് ഇറങ്ങിപ്പോയിട്ടുണ്ട്. കണ്ടില്ലേ, ഇപ്പം നമുക്ക് ഇതുവഴി ബീച്ചിൽ കൂടെ നടക്കാനൊക്കെ നല്ല രസമാണ്. അപ്പോൾ ഞങ്ങൾ രാവിലെ ഈ ബീച്ചിൽ കൂടെ ജസ്റ്റ് ഒന്ന് നടന്നായിരുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഫിഷൊക്കെ ഉണ്ടല്ലോ നമ്മുടെ കാലിലോട്ടിങ്ങി വരും, കുഞ്ഞു കുഞ്ഞു ഫിഷുകളൊക്കെ. അതുപോലെ ഞണ്ട്, പിന്നെ ബീച്ചിൻ്റെ കരയിലെല്ലാം നമ്മുടെ ഈ ജെല്ലി ഫിഷ് ഉണ്ടല്ലോ അത് വന്നിങ്ങനെ അടിഞ്ഞു കിടപ്പുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഹൈറ്റൈഡ് ആയ സമയത്ത് അത് മുന്നോട്ട് വന്നാണ് പെട്ടെന്ന് ലോ ടൈഡ് ആയെന്ന് തോന്നുന്നു. അതിന് പെട്ടെന്ന് പോകാൻ പറ്റിയില്ലെന്ന് തോന്നുന്നു. അങ്ങനെ കുറേ ജെല്ലി ഫിഷ് നമ്മുടെ ബീച്ചിൻ്റെ സൈഡിൽ കിടപ്പുണ്ടായിരുന്നു. അപ്പം രാവിലത്തെ സെഷൻ എന്ന് പറഞ്ഞത് യോഗയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ അവിടെ യോഗ നടക്കുകയാണ്. അതിനുശേഷം സുംബയുണ്ട്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ടൈമാണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം കുട്ടികൾക്കുള്ള ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ടൈമിന് മുമ്പായിട്ട് അവിടെ കോഫി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കോഫിയും ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ കഴിച്ചിട്ട് നമുക്ക് കുട്ടികൾക്കുള്ള ആക്ടിവിറ്റീസിലേക്ക് പോകാം.
Papa, we would have stories. ഇപ്പോൾ കണ്ടില്ലേ, വെള്ളം പതുക്കെ മുന്നോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും നേരം നമ്മൾ നോക്കിയിരിക്കുന്ന സമയം കൊണ്ട് തന്നെയാണ് വെള്ളം മുന്നോട്ട് കയറി വരുന്നത്. ഇപ്പോൾ ഈ കാണുന്ന ഭാഗമൊക്കെ നേരത്തെ ശരിക്കും മണലായിരുന്നു. ഇതുവഴിയൊക്കെ ഞങ്ങൾ രാവിലെ നടന്നത് കണ്ടില്ലേ. ഇപ്പോൾ ആ വെള്ളം നന്നായിട്ട് കയറി വരുന്നുണ്ട്. ഇപ്പോൾ ശരിക്കും ഹൈ ടൈമിൻ്റെ ടൈമാണെന്ന് തോന്നുന്നു. അപ്പോൾ പതുക്കെ വെള്ളം ഇങ്ങനെ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കണ്ടല്ലേ, നേരത്തെ ഈ ഭാഗത്തൂടെയൊക്കെ ആയിരുന്നു ഞങ്ങൾ നടന്നുകൊണ്ടിരുന്നത്. ആ ബീച്ചിൻ്റെ ആ സൈഡൊക്കെ ആയിരുന്നു. ഇപ്പോൾ ബീച്ചിൻ്റെ സൈഡ് കാണാനേ ഇല്ല, അത് ഫുള്ള് വെള്ളമായി. അപ്പോൾ ഈ സൈഡിൽ ഇങ്ങനെ അവർ കെട്ടിയിട്ടുണ്ട്. കണ്ടല്ലേ, കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ സ്റ്റെപ്പൊക്കെ ശരിക്കും മുങ്ങിയായിരുന്നു. അത്രയ്ക്കുള്ള ഹൈ ടൈഡ് ആയിരുന്നു. ഇനി നമുക്ക് കുട്ടികളുടെ ആക്ടിവിറ്റീസിലേക്ക് പോകാം. അടുത്തത് സാൻഡ് കാസ്റ്റിൽ ഗെയിമായിരുന്നു. ഇത് ആദ്യം ഉണ്ടാക്കിയ സാൻഡ് കാസ്റ്റിലാണ്. അതിന് 3rd പ്രൈസ് കിട്ടിയിട്ടുണ്ട് ആദ്യക്ക്. എല്ലാവരും ആ തീരത്തൊക്കെ നല്ല സാൻഡ് കാസ്റ്റിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്ത് ചെയ്യാം, പെട്ടെന്ന് തന്നെ വെള്ളം കയറിയിട്ട് അവിടെയൊക്കെ അത് നനഞ്ഞു പോയി. നല്ല പെട്ടെന്ന് തന്നെയാണ് വെള്ളം കയറി വരുന്നത്. വെള്ളം കയറിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ആദ്യയുടെ ആ സാൻഡ് കാസ്റ്റിൻ്റെ അവിടെ വരെ വെള്ളമായിരുന്നു. അപ്പം ഭാഗ്യത്തിന് അതിനു മുമ്പ് തന്നെ അവർ ജഡ്ജ് ചെയ്ത് കഴിഞ്ഞതുകൊണ്ട് ആദ്യക്ക് ഒരു ചെറിയ ടോയ് കിട്ടി. പിന്നെ ഇതിൻ്റെ അടുത്ത് തന്നെ കുട്ടികൾക്കുള്ള മറ്റ് ഒരു ചെറിയൊരു സൂ പോലെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാം ഒരു ചെറിയ റാബിറ്റും അതുപോലെ കുഞ്ഞു കോഴിക്കുഞ്ഞുങ്ങളില്ലേ, അതേ കോഴിയെ, ആട്, പിന്നെ ഏറ്റവും രസമായിട്ട് തോന്നിയത് അവിടെ ലിറ്റിൽ പോണി ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പുറത്ത് അവർക്ക് റൈഡ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു. ചെറിയൊരു ലിറ്റിൽ പോണി ആയിരുന്നു. അതൊക്കെ കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റി. അതുപോലെ ഈ കിളികൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൂയിൽ പോകുന്ന പോലെ കുട്ടികൾക്കൊക്കെ നല്ലപോലെ അതിനായിട്ടൊക്കെ ഇടപെടാനൊക്കെ പറ്റുന്നുണ്ടായിരുന്നു. അവരതുപോലൊക്കെയാണ് എല്ലാം അറേഞ്ച് ചെയ്തിരുന്നത്. എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് ഈ ടർട്ടിലിനെയും അതുപോലെ തന്നെ ഈ മൈ ലിറ്റിൽ പോണിയാണെന്ന് തോന്നുന്നു. ശരിക്കും പറഞ്ഞാൽ എല്ലാവരും ദിസ് ഇസ് മൈ ലിറ്റിൽ പോണി എന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് കുട്ടികൾക്കെല്ലാം ഭയങ്കര സന്തോഷമായിരുന്നു. ആദ്യം ഇതിൻ്റെ പുറത്ത് റൈഡ് ചെയ്തപ്പോഴത്തേക്ക് ഭയങ്കര ഹാപ്പിയായി. പിന്നെ അവർക്ക് ഫേസ് പെയിൻറ്റിങ്, ഡ്രോയിങ്, അല്ലാണ്ടുള്ള ആർച്ചറി അങ്ങനെയുള്ള കുറേ ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു. ഞാൻ ഇതിൻ്റെ ഒന്നും വീഡിയോ എടുത്തിട്ടില്ല, എല്ലാം കൂടെ അപ്ലോഡ് ചെയ്യാനുള്ള സ്പേസ് ഇല്ലാത്ത കാരണം. പിന്നെ സ്വിമ്മിങ് ഒരു സൈഡിലുണ്ടായിരുന്നു. അതുപോലെ തന്നെ കുട്ടികൾക്കുള്ള വാട്ടർ ആക്ടിവിറ്റീസ് വേറെ സൈഡിലുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ എല്ലായിടത്തൂടെ പോയി വരാനുള്ള സമയം ഉണ്ടായിരുന്നില്ല ഒരു ദിവസം കൊണ്ട്. ഇത് കുഞ്ഞ് ടർട്ടിലാണ്. ഭയങ്കര രസമായിരുന്നു എന്നെ കാണാൻ. കുട്ടികൾക്ക് ശരിക്കും ഈ ഒരു പാർട്ടൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ ടൈമിൽ വലിയവർക്കുള്ള ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷൂട്ടിംഗ് ഉണ്ട്, ആർച്ചറി, അതുപോലെ തന്നെ മറ്റേ വാട്ടർ ആക്ടിവിറ്റീസ് കുറേ ഉണ്ട്, കയാക്കിൻ്റെ റേസിംഗ് ഉണ്ട് ആ ടൈമിൽ. അത് വലിയ ആൾക്കാർക്ക് അത് എൻജോയ് ചെയ്യാൻ പറ്റും. ഇത് കുട്ടികൾക്കുള്ള ഒരു വാട്ടർ പ്ലേ ഏരിയ ആണ്. ജസ്റ്റ് അധികം വാട്ടറൊന്നുമില്ല, ജസ്റ്റ് കാലിൻ്റെ ആ പാളത്തിൻ്റെ അവിടെ വരെയുള്ള വാട്ടറേ ഉള്ളൂ. അത് കുട്ടികൾ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട്. പിന്നെ അവിടെ നിന്ന് നമ്മൾ സ്വിമ്മിംഗ് പൂളിൽ പോവുകയാണെങ്കിൽ സ്വിമ്മിംഗ് പൂളിൽ ഏകദേശം ഒരു ആദ്യയുടെ കഴുത്തിൻ്റെ അവിടെ വരെ തോളം വെള്ളം ഉണ്ടെന്ന് തോന്നുന്നു.
ഓക്കെ. എനിവേ ആദ്യം നന്നായിട്ട് അതിനകത്ത് സ്വിം ചെയ്യുന്നുണ്ടായിരുന്നു. എനിവേ അതിനകത്ത് സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങിയിട്ട് ഏകദേശം ഒരു 2.5 മണിക്കൂറിന് ശേഷമാണ് ആദ്യം കയറിയത്. അങ്ങനെ അവർ അത് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനിവിടുന്ന് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ചെക്കൗട്ട് ടൈം എന്ന് പറയുന്നത് 12 PM ആയിരുന്നു. ആ സമയത്ത് നമുക്ക് പോയി ചെക്കൗട്ട് ചെയ്യാം. പക്ഷേ നമ്മൾ എല്ലാ ആക്ടിവിറ്റീസും നമുക്ക് വൈകുന്നേരം വരെ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഞങ്ങൾ ഏകദേശം വൈകുന്നേരം ആയിട്ടാണ് അവിടെ നിന്ന് പോകുന്നത്. ചെക്കൗട്ട് 12 മണിക്ക് തന്നെ ചെയ്തായിരുന്നു. സത്യം പറഞ്ഞാൽ നല്ലൊരു ഭംഗിയുള്ള സ്ഥലമാണ്. നിങ്ങൾ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും അവിടെ നിന്ന് പോകുക. അപ്പോൾ ഇപ്പോൾ ചൂട് സമയമാണ്. അപ്പം ഇപ്പോൾ ചൂടും കൂടി ശരിക്കും അവിടെ തുടങ്ങിയിട്ടില്ല. അതുകൊണ്ട് ഈ ഒരു ടൈം തിരഞ്ഞെടുക്കുന്നതായിരിക്കും നല്ല. അപ്പോൾ നല്ല ചൂടുള്ള സമയത്ത് ബീച്ചിൻ്റെയൊക്കെ സൈഡിൽ പോകുമ്പോൾ നല്ല ചൂടായിരിക്കും. പിന്നെ അവർ കുറേ ഇൻസ്ട്രക്ഷൻ തന്നിട്ടുണ്ട്. നമ്മൾ ടിക്കറ്റ് എടുക്കുമ്പോൾ തന്നെ നമ്മൾ സൺ ലോഷൻ കൊണ്ടു ചെല്ലണം. അതുപോലെ സ്വിമ്മിങ് സൂട്ട്, ചെരുപ്പ്, നമുക്ക് പവർ ബാങ്ക്, അങ്ങനെ കുറേ ഐറ്റംസുകളുടെ ലിസ്റ്റുകൾ അവർ തരുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഈ ചെറിയൊരു എമൗണ്ടിന് നല്ലൊരു വർത്തായിട്ട് എനിക്ക് തോന്നി. കാരണം നല്ല ഫുഡായിരുന്നു, അതുപോലെ തന്നെ ശരിക്കും അക്കോമഡേഷൻ ആയാലും നല്ലതായിരുന്നു. എല്ലാം കൊണ്ടും നമ്മുടെ മനസ്സിന് നല്ലൊരു സുഖം തന്നായിരുന്നു. ഞങ്ങളിപ്പോൾ തിരഞ്ഞെടുത്തത് ബിൻ മജീദ് ബീച്ച് ഹോട്ടലായിരുന്നു. പക്ഷേ ഇതുപോലെ തന്നെ റോട്ടാനയുടെ സൈഡും അങ്ങനെ കുറേ ഹോട്ടൽസ് ആ സൈഡിലുണ്ട്. എന്തു പറഞ്ഞാലും നല്ലൊരു വ്യത്യസ്തമായൊരു അനുഭവമായിരുന്നു ഈ ഒരു ബീച്ച് ക്യാമ്പ് സ്റ്റേ. അപ്പോൾ ഞങ്ങൾ ചെക്കൗട്ടൊക്കെ ചെയ്ത് ബീച്ച് ക്യാമ്പിനോട് ബൈ പറഞ്ഞു പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ ട്രാവൽ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ എൻ്റെ മറ്റുള്ള വീഡിയോകളൊന്ന് കാണുക. അപ്പോൾ ഇതുപോലത്തെ പുതിയ വീഡിയോകളായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.